ലതാസ് രുചി സെറ്റിലെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ ഈ ഒരു ലതാസ് രുചി സെറ്റ് എന്ന ചാനൽ തുടങ്ങിയിട്ട് ഒരു 100ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ഫുഡായിട്ടുള്ള ഒരു തക്കാളി ചോറാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തക്കാളി ചോറ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ഗ്ലാസ് വസുമതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ 2 ഗ്ലാസ് വസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു 10 മിനിറ്റ് സമയം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചോറൊന്ന് വേവിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അടുപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ അരി അതിനകത്തിലോട്ട് ഇട്ടിട്ട് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് പരുവത്തിന് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഒന്നിട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ റൈസ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പം ഞാനിതൊരു അരിപ്പയ്ക്കകത്തോട്ടൊന്ന് കോരി മാറ്റുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മൾ തക്കാളി ചോറ് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് തക്കാളി കൂടുതലായിട്ട് വേണം. അപ്പം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരുന്നതെന്ന് പറഞ്ഞ്, അതുകൊണ്ട് തന്നെ ഒരു 3 വലിയ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 തക്കാളി വെച്ച് എടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത് നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3 തക്കാളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 4 പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് വേണ്ടുന്ന മസാലകൾ എന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് കായം. ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 3 ഏലക്ക, 2 ഗ്രാമ്പു, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലിയിലയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിലയല്ല. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയിട്ട് മസാലയൊന്ന് ഉണ്ടാക്കിയെടുക്കാം. മസാല ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഏലക്കായും ഗ്രാമ്പൂ ഒന്നിട്ട് കൊടുക്കാം. ഏലക്ക ഇതേപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം നമുക്ക് ചോറിന് കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് സമയം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്നിട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം.
കൊടുക്കാം. അപ്പോൾ ഇനിയും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിനി ഇതിനകത്തിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ചോറ് ഉടഞ്ഞു പോകാതെ ഒരുപാട് ഇളക്കാതെ നമ്മൾ പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം നന്നായിട്ട് എല്ലായിടവും ആ ചോറയിലൊക്കെ ഈ മസാല ഒന്ന് പിടിച്ച് വരുന്നിടം വരെ ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചോറ് ഒരുപാട് ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചോറ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ സാധാ അരിക്കും നമുക്ക് ഈ ഒരു ചോറ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ അരി തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിപ്പോൾ പെട്ടെന്നൊരു ദിവസവും നമുക്ക് കുക്ക് ചെയ്യാനുള്ള മൂഡൊന്നും കാണത്തില്ല. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കറി ഒന്നും വെക്കാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോറാണ്. ഇതിന് പ്രത്യേകിച്ച് കറികളോ ഒന്നും തന്നെ വേണ്ട. എന്തെങ്കിലും ഒരു മുട്ട വറുത്തതോ അല്ലെങ്കിൽ ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു സലാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. അപ്പോൾ നമ്മുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം കൂടെ വന്നിരുന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറ് നമ്മളിവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റു കൂട്ടാനുകളൊന്നും വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.